നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ BJP വാക്കുപാലിക്കുന്നു. തലസ്ഥാന നഗര വികസന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. BJP ഭരണം പിടിച്ച തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് വഴി മിഷൻ കേരളമാണ് ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ചെത്തുമെന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. വെള്ളിയാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടികൾ. ആദ്യം അമൃത് ഭാരത് സർവീസ് ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. പിന്നാലെയാണ് BJPയുടെ പൊതുസമ്മേളനം വമ്പൻ വിജയമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ മോദി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിക്ക് മുമ്പേ എത്തിയ അമിത്ഷാ സംസ്ഥാന BJPക്ക് മുന്നിൽ വെച്ചത് മിഷൻ 2026 തന്നെയാണ്. പ്രധാനമന്ത്രി കൂടിയെത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ BJP സജീവമാക്കും. അഴിമതി ചെയ്യാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞതും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോടാണ് മേയർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരിക്കുന്ന പാർട്ടിക്ക് പണം സമ്പാദിക്കാനുള്ള കറവ പശുവല്ല കോർപ്പറേഷൻ എന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് പരിപാടി കഴിഞ്ഞാൽ നിർബന്ധമായും മാറ്റണം. 10 മുതൽ 5 മണി വരെ ജോലി ചെയ്യുന്നെന്ന് ഉറപ്പാക്കണം. കൊടി കെട്ടുകയോ പാർട്ടി പ്രവർത്തനമോ ചെയ്യാം, പക്ഷെ ജോലി സമയത്ത് പാടില്ല. ജനങ്ങളോട് സൗഹൃദപരമായി പെരുമാറണം. അനാവശ്യമായി ഫയലുകൾ പിടിച്ചുവെക്കരുത് എന്നീ നിർദ്ദേശങ്ങളാണ് മേയർ VV രാജേഷ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി BJP നേതാവ് VV രാജേഷിനെയാണ് തെരഞ്ഞെടുത്തത്. രാജേഷിന് 51 വോട്ടാണ് ലഭിച്ചത്. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തു. കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അസാധുവുമായി. നന്ദൻകോട് കൗൺസിലർ KR ക്ലീറ്റസ്, വെങ്ങാനൂർ കൗൺസിലർ S. ലതിക എന്നിവരുടെ വോട്ടുകളാണ് അസാധുവായത്. ഒപ്പിട്ടതിലെ പിഴവാണ് കാരണം. കോൺഗ്രസ് വിമതനായി പൗണ്ട് കടവിൽ മത്സരിച്ച് വിജയിച്ച സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം CPM കൗൺസിലർ SP ദീപക് ചൂണ്ടിക്കാട്ടിയെങ്കിലും കളക്ടർ നിരസിച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇത് ഉന്നയിക്കണമെന്നായിരുന്നു അന്ന് കളക്ടർ അനുകുമാരി പറഞ്ഞത്. കയ്യടിയോടുകൂടിയാണ് BJP അംഗങ്ങൾ കളക്ടറുടെ വാക്കുകളെ സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഫോമുകളിൽ ഒപ്പിടുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ അംഗങ്ങളായി മാറിയെന്നും ഇനി പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കളക്ടർ വ്യക്തമാക്കി. തുടർന്ന് വോട്ടെണ്ണലിലേക്ക് കടന്നു. ഭരിക്കുന്ന പാർട്ടിക്ക് പണം സമ്പാദിക്കാനുള്ള കറവ പശുവല്ല കോർപ്പറേഷൻ എന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞത് മുതൽ തന്നെ തിരുവനന്തപുരത്തുകാർ കൈയടിക്കുകയാണ്. ഇതാവണം മേയർ, ഇങ്ങനെയാകണം മേയർ എന്നൊക്കെയായിരുന്നു പിന്നീടുള്ള വാർത്തകൾ. അഴിമതി കാട്ടാൻ ഒരാളെയും അനുവദിക്കില്ല. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോടാണ് മേയർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡ് പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അഴിച്ചുമാറ്റണം തുടങ്ങി അനവധി കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് നിയമസഭാ മണ്ഡലവും കൂടി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി നോക്കാം. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കാനാണ് PV അൻവറിന്റെ നീക്കം. ഇതിനായി പ്രചരണം തുടങ്ങിയിരുന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് സീറ്റായ ഇവിടം LDF പതിവായി ജയിച്ചു കയറുന്ന മണ്ഡലമാണ്. ഈ സാഹചര്യത്തിലാണ് PV അൻവർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയത്. താൻ മത്സരിക്കുന്നത് കുടുംബാധിപത്യത്തിനെതിരെയാണെന്നും മരുമോനിസമാണ് മുഖ്യമന്ത്രിയെ തകർത്തതെന്നും മണ്ഡലത്തിൽ വോട്ടർമാരെ കാണാനെത്തിയ PV അൻവർ പറഞ്ഞിരുന്നു. മരുമോൻ വന്ന ശേഷമാണ് സഖാവ് പിണറായി അല്ലാതെയായി മാറിയത്. മരുമോനെ കൊണ്ടുവന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പല നേതാക്കളും അവഗണിക്കപ്പെട്ടു. അവരുടെ എല്ലാം പിന്തുണ തനിക്ക് കിട്ടുമെന്നും അൻവർ പറയുന്നു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. പത്മകുമാറിന് പുറമെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകളാകും ഹൈക്കോടതിയിൽ വിധി പറയുക. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ ഹർജിയിൽ വിധി പറയുന്നത്.